ഹലോ, വെൽക്കം ടു കൈതപ്പള്ളി ചാനൽ. ഇന്ന് ഇവിടെ വെച്ച് നല്ല സ്ഥലത്ത് വെച്ച് തന്നെ റിവ്യൂ ചെയ്യാൻ വിചാരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന്റെ ജന്മദിനം ഇന്നലെയായിരുന്നു. ഇന്നലെ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ചെറുപ്പം കാലം തൊട്ട് അദ്ദേഹത്തിന്റെ ചിത്രം കണ്ടാണ് വളർന്നത്. എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെറുപ്പകാലങ്ങളിൽ സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ, മോഹൻലാൽ കൂട്ടുകെട്ടിലുള്ള പട്ടണപ്രവേശം, നാടോടിക്കയറ്റം എന്നീ ആ ഫോർമുലയിലുള്ള ചിത്രങ്ങളാണ്. പിന്നെ രാജാവിന്റെ മകൻ, പിന്നീട് അദ്ദേഹത്തിന്റെ ആക്ഷൻ സിനിമകളും എല്ലാം വളരെ ഇഷ്ടമായിരുന്നു. അദ്ദേഹം രാജാവിന്റെ മകനിലൂടെ സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആ സമയത്താണ് നമ്മുടെ ശ്രീകുമാർ എന്ന ഒരു സംവിധായകന്റെ ഒടിയൻ എന്ന ഒരു ചിത്രത്തിന് വേണ്ടി അദ്ദേഹം ഒരുപാട് മേക്ക് ഓവറെല്ലാം നടത്തി, ശരീരമെല്ലാം കുറച്ച് എന്തൊക്കെ ചെയ്ത് അഭിനയിച്ചു. പടം വൻ പരാജയമായിരുന്നു. ആ ചിത്രത്തിന് ശേഷം അദ്ദേഹത്തെ താടി സാമ്പത്തിക വിജയം നേടാത്ത ചിത്രങ്ങളായിരുന്നു. അതിനുശേഷമാണ് പൃഥ്വിരാജിന്റെ ആന്റണി പെരുമ്പാവൂർ ആശീർവാദ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച പൃഥ്വിരാജിന്റെ എമ്പുരാൻ എന്ന സിനിമ വരുന്നത്. അത് ഒരു വൻ വിജയമായിരുന്നു. അതിനുശേഷം ഒരു പ്രമോഷനും കൊടുക്കാതെ തരുൺ മൂർത്തി എന്ന യുവ സംവിധായകൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു തുടരും. അത് ഒരു പ്രമോഷനും കൊടുക്കാതെ വന്ന ചിത്രമാണ്. ആ ചിത്രവും വൻ വിജയമായിരുന്നു. 200 കോടിയും കടന്ന് ഇപ്പോഴും തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ചിത്രം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷത്തെ അദ്ദേഹത്തിന്റെ ജന്മദിനം അദ്ദേഹത്തിന് ഇരട്ടി മധുരമാണ്. കാരണം അദ്ദേഹത്തിന് അഭിനയെല്ലാം പോയി, കണ്ണിലൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞവർക്കുള്ള ഒരു തക്കതായ മറുപടിയാണ് തുടരുമെന്ന സിനിമയിലെല്ലാം നാം കണ്ടത്. തുടരും ഒരു നല്ല ഫിലിം തന്നെയാണ്, നല്ല അഭിനയമാണ് മോഹൻലാലിന്. അതിനൊത്ത വില്ലനും ശോഭന ഇവിടെ തിരിച്ചുവരവ്, മൊത്തത്തിൽ നല്ലൊരു ഫിലിമായിരുന്നു. അപ്പം മോഹൻലാലിനെ സംബന്ധിച്ച് ഈ ബർത്ത്ഡേ ഇരട്ടി മധുരമാണ്. കാരണം 2 കൂറ്റൻ ഹിറ്റുകൾ സമ്മാനിച്ച മുന്നേറുന്ന മോഹൻലാലിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. പിന്നെ മോഹൻലാലിന്റെ ഇന്നും 47 വർഷമായി സൂപ്പർ സ്റ്റാറായി നിലനിൽക്കുന്നതിൽ മോഹൻലാലിന് മമ്മൂട്ടി എന്ന നടന്റെ ഒരു പങ്കും വലുതാണ്. കാരണം മമ്മൂട്ടിയും മോഹൻലാലും മത്സരിച്ചാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം മമ്മൂട്ടിയുടെ ഫാൻസ് മമ്മൂട്ടിയുടെ ഒരു പടം ഇറങ്ങി വലിയൊരു കൂറ്റും കട്ടൗട്ട് വയ്ക്കും, മോഹൻലാലിന്റെ ഫാൻസും അതിനെതിരായി ചെയ്യും. പക്ഷെ യഥാർത്ഥ ജീവിതത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും സഹോദരങ്ങളെ പോലെ തന്നെയാണ്. അപ്പോൾ സിനിമയിൽ മാത്രമേ അവർ തമ്മിൽ മത്സരമുള്ളൂ. അതിന്റെ പേരിൽ രണ്ടുപേരും ഇന്നും സൂപ്പർ താരങ്ങളായി നിൽക്കുന്നു. നമ്മൾക്ക് മത്സരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾക്ക് കഠിനാധ്വാനം ചെയ്യാൻ തോന്നുകയുള്ളൂ. അപ്പൊ അങ്ങനെ രണ്ടുപേരും മത്സരിച്ച് രണ്ടുപേരും ഇന്നും മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാറുകളായി ഇത്രയും വയസ്സായിട്ടും തുടരുകയാണ്. മോഹൻലാലിന് 63, മമ്മൂട്ടിക്ക് 73. അവ തുടരുകയാണ്. അപ്പൊ ഒരിക്കൽ കൂടി നമ്മുടെ സ്വന്തം ലാലേട്ടന് ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കൈതപ്പള്ളി ചാനൽ നിർത്തുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.